ഇനി അതിജീവനത്തിന്റെ ഒരു പലകാര വണ്ടി പരിചയപ്പെടാം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ തളർന്നുപോയവർ. തിരുവനന്തപുരം അമരവിള സ്വദേശി 70-കാരി രമാകുമാരിയുടെ ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ കാണുമ്പോൾ ആ കഥ നിങ്ങളെ ആവേശഭരിതരാക്കും. ഇതാണ് അതിജീവനത്തിന്റെ ആ പലഹാര വണ്ടി. ഡ്രൈവർ രമാകുമാരിക്ക് 70-ന്റെ ചെറുപ്പമാണ്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ തളരാതെ അതിനോടെല്ലാം പൊരുതി ജയിച്ച പുഞ്ചിരിയുണ്ട് ആ മുഖത്ത്. രണ്ടായിരത്തി 2008 വണ്ടി എടുത്തത്. 1995 എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം 39 വയസ്സിലാണ്. ഞാൻ 2 പെൺകുട്ടികളുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം അടുപ്പിച്ചാണ് എനിക്ക് ക്യാൻസർ എന്ന രോഗം വന്നത്. അപ്പം പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ബിസിനസ്സിനൊക്കെ പോകാനൊക്കെ ഉള്ള അതുകൊണ്ട് ഇപ്പം ഡ്രൈവർ മാത്രമാണ് പോകുന്നത്. കുടുംബശ്രീയിൽ നിന്ന് കടം വാങ്ങിയ 2000 രൂപയിൽ തുടങ്ങിയതാണ്. ഇന്ന് രമാകുമാരി ഒരു സംരംഭകയാണ്. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. ഡിഗ്രി വരെ പോയി. ജോലിയൊന്നും ആയില്ല. കെൽട്രോണിൽ 2 വർഷം ഉണ്ടായിരുന്നു. 2001 2000 രൂപ കുടുംബശ്രീന് ലോൺ എടുത്താണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഓരോ കടകളൊക്കെ ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കടകളിലൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോ കടകൾ കൂട്ടിയാണ് ആദ്യം ഉണ്ടാക്കിയത്. കുഴലപ്പം, ഇതേപോലെ ആന്ധ്രാമുറുക്ക്, ഇത് രണ്ടും വെച്ചാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ മിക്സർ, പക്കാവട, മുറുക്ക്, അച്ചപ്പം, ബോളി, അങ്ങനെ ഓരോ ഐറ്റം ഓരോ പ്രാവശ്യം കൂട്ടുമായിരുന്നു. അങ്ങനെ 10-22 ഐറ്റം ഉണ്ടായിരുന്നു. തോന്നിയിട്ട് ഡ്രൈവർ സമയത്തിന് നമുക്ക് ഇതുപോലെ ബിസിനസ്സിന് പോകാനൊക്കെ ഇത്തിരി സമയത്തിന് കിട്ടൂലേ. നമ്മൾ ഒരു കടയിൽ സാധനം പറഞ്ഞാൽ ആ സമയത്തിന് കൊണ്ട് എത്തിച്ചു കൊടുക്കണമായിരുന്നു. അപ്പം ഡ്രൈവറെ സമയത്തിന് കിട്ടൂലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഠിക്കാമല്ലോ ഒന്ന് ഉള്ള ഇതിൽ. 49 വയസ്സായപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഉടനെ തന്നെ ലേണേഴ്സ് എഴുതി 30-ൻ്റെ അന്ന് എനിക്ക് ലൈസൻസ് പാസ്സായി. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി എടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ആവശ്യമാണല്ലോ. ജീവിതത്തിൽ തളർന്നു പോയവരോട് രമാകുമാരിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രയും മനുഷ്യനെ പാരിലയച്ചത് ഈശ്വരൻ. അനുഭവിച്ച പ്രയത്നിക്കുക, രായും പകലും പ്രയത്നിക്കുക. ഇത് ബിസിനസ് എന്ന് പറയുന്ന അതാണല്ല. ഞാൻ നല്ലോണം എത്ര ദിവസം ചില ദിവസങ്ങളിൽ ഈ പണ്ടൊക്കെ ക്രിസ്മസ് കേക്കൊക്കെ ഞങ്ങൾ ഇടുമായിരുന്നു. ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി വരെയും 2-3 ദിവസം ഉറങ്ങാതെ പണി ചെയ്ത ദിവസങ്ങളുണ്ട്. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.